കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ഞാൻ വിത്ത് എവിഡൻസേ പറയുള്ളൂ. അപ്പൊ ഇന്ന് ഞാനൊരു എവിഡൻസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കതൊന്ന് കേൾക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ, ഇത് ചാനലല്ലേ? മൂവി? അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. സാർ ഒന്നും വിചാരിക്കരുതേ. ഇപ്പൊ ഒരു നമ്മുടെ രേണുസുധീൻ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നു. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഒന്നും വിചാരിക്കില്ലട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നേ ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചിട്ട് മാറുമല്ലേ ചെയ്യണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എല്ലാവരും അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. എന്താ ഉറക്കം വരുന്നു? പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങളെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയത് വെറുതെ. അല്ല സാർ, അത് മോശമല്ലേ? പാവമല്ലേ? നമുക്ക് വീട്ടിൽ അവർക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് അറിയാം, അത് നമുക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയത്. കൂടുതൽ ഞാൻ പുറത്ത് വിടുന്നില്ല. കൂടുതൽ വാശി പിടിച്ചാൽ ഞാൻ ഫുൾ എടുത്ത് പുറത്തിടും. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ എന്താണെന്ന്? ആണല്ലോ. അങ്ങോട്ട് കടന്ന് വിളിയാണ്, അല്ലാണ്ട് ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ മുട്ടി നിൽക്കുന്ന ആരുമില്ല. അങ്ങോട്ട് കടന്ന് വിളിക്കും, എന്നിട്ട് അതിനകത്ത് ഡിമാൻഡ് വെക്കും, പേയ്മെന്റ് കൊടുക്കണം. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ കേൾക്കുന്നത്? അപ്പൊ പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് ഒരാൾ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് അത് നന്നായിട്ട് ഓടാൻ, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആരെയാണ് വിൽക്കുന്നത്? എന്നെ വിറ്റ് തിന്നെയാണ്. നീ ഇത്തരക്കാരനാന്ന് വിചാരിച്ചിട്ടാ നിനക്കുള്ള അച്ഛനാങ്ങളമാര്. 1-2 ദിവസത്തെ കളിയല്ല, എത്രയോ നാളായി ചെയ്യുന്നതാണ്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. 1-2 ചാനലുകാരല്ല എന്നെ പറ്റി ഈ മോശം അവരെ വായിൽ നിന്ന് കേട്ടത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിരന്തരമായി എന്നെ ഇരുന്ന് അധിക്ഷേപിക്കുമ്പോൾ ഞാനത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. എന്റെ വൈദവ്യത്തെ കളിയാക്കുന്നു, എന്റെ കാലുകളെ കളിയാക്കുന്നു, എന്റെ കുഞ്ഞുങ്ങളെ കളിയാക്കുന്നു. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. എന്റെ ഉമ്മായെ പറയുന്നു, എന്റെ വാപ്പായ പറയുന്നു. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ. മിണ്ടണ്ട ഈ കാര്യം പറയണ്ട നമ്മളിത് നീട്ടി വിട്ടുകളഞ്ഞ കേസാണ്. പക്ഷെ നിരന്തരം ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത്. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അപ്പോ ഇനി ഞാൻ ചാനലുകാരോടാണ് പറയണത്, ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞുമാണെങ്കിൽ പോലും നിങ്ങളുടെ ചാനലിന്റെ മുറ്റത്ത് വന്നിരുന്നിട്ട് ഞാൻ ചാണകം വാരി എറിഞ്ഞു തരും. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. മനസ്സിലായില്ല? പിന്നെ ഇതിനകത്ത് പെർഫോമൻസ് എടുത്ത ആ പന്ന മോളുടെ അടുത്താണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എടി, നീ ഞാനിട്ട വീഡിയോ നീ കണ്ടായിരുന്നോ? എന്നെ അവള് വിളിക്കണത് നീ കേട്ടായിരുന്നോ? എന്നിട്ട് നിനക്ക് ഒരു ഫീലിംഗും തോന്നിയില്ല? നിനക്ക് ചൊണയുണ്ടെങ്കിൽ എടി പണം വേണ്ടടി, ഞാൻ ഫ്രീക്ക് നിനക്ക് ഇന്റർവ്യൂ തരാണ്. എന്റെ അടുത്ത് വാ. നീ അബദ്ധം പറ്റിയതല്ല, എന്ന് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? എന്റെ അടുത്ത് ഒന്ന് ചോദ്യരടി, അപ്പൊ ഞാൻ പറഞ്ഞു തരാം എന്താണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന്. ഞാൻ എന്ത് അനുഭവിച്ചത് ഞാൻ പറഞ്ഞു തരാടി. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നീ അവളടുത്ത് പോയിട്ട് അവളെ അങ്ങ് പുകഴ്ത്തി പൂറ്റി അങ്ങ് മറ്റേടത്ത് കേട്ടുന്നുണ്ടായിരുന്നല്ലോ. നീ എന്റെ അടുത്ത് വാ, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കേക്ക്. എന്റെ കുട്ടികളടുത്ത് സംസാരിക്കടി. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്റെ സറൗണ്ടിങ്ങിൽ വന്ന് കേക്കടി. നീ ചാനൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ അവളുടെ മാത്രം കേൾക്കാതെ എന്റേതും കൂടെ കേക്കടി. ഞാൻ പറയാനുള്ളതും കൂടെ കേക്കടി. തോന്നിവാസം കാണിച്ചാൽ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നല്ല.
ഈ വോയിസ് ആ ചാനലുകാരുടേതാണ്. അവർ പൈസ കൊടുത്താണ് അവിടെ പോയിട്ടുള്ളത്. ആ പണം കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ അവളെ വേറെന്തിനെങ്കിലും ഉപയോഗിക്കുക, അല്ലാതെ ഷെഫീനായെ കൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പക്ഷെ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പൊ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അങ്ങനെ അടിക്കാം. എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ ഷഫീന ബീവി തന്നെ, ഞാനിപ്പം ആദ്യമൊക്കെ അവരുടെ ദേഷ്യം, എനിക്കിപ്പോ ദേഷ്യമില്ല. കാരണം അവർക്ക് 2 കാലും വയ്യാത്തൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി എന്നെ വിട്ടിട്ട് ജീവിക്കട്ടെ എന്നേ. അവക്ക് ദേഷ്യം, അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാലം നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾക്ക് എന്താണ് വയ്യേ? മനസ്സിലായി. അവക്ക് കാലും 3 or 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. പക്ഷേ ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ കുറച്ച് ദിവസങ്ങള്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് വിളിക്കുന്നത്. പോടാ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുന്നത്. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ഒന്നും കിട്ടും, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാന്നല്ല, കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ്. പിന്നെ ചുരുട്ടി കിടക്കണ്. ജോലി കൊടുക്കാനുള്ള പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിരുന്നു. രേണു തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞു. എന്ത് ഊളത്തരാണ് അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്? കടുപ്പം തന്നെ. പണം കൊടുത്താൽ എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. ഇടക്കിടക്ക് കാണുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോ കണ്ടോ? അതിനുശേഷം എന്താണ് ആ ഇളി ഉണ്ട്, കണ്ടാലും അതിന്റെ പൊന്നോ. ആരാധകാരിയല്ലേ സർ? ഇതൊക്കെയാണ് തുടക്കം എന്നുള്ളതാണ്. ചിരിച്ചു പോയനെ. ഭയങ്കര സങ്കടത്തിലും ടെൻഷനുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ടെൻഷൻ വരുമ്പോ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തു. ടെൻഷൻ വരുമ്പോ ചോക്ലേറ്റ് എടുത്തിട്ട് അങ്ങോട്ട് തിരിക്കും. ഇനി ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.